ഗുണ്ടാ നിയമപ്രകാരം അറസ്റ്റിലാവുകയും 51 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം മോചിതനാവുകയും ചെയ്ത ഡിവൈഎഫ്ഐ അഞ്ചൽ ഏരിയ സെക്രട്ടറി എം സജാദിന് LDF അറക്കൽ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടിക്കാട് സ്വീകരണം നൽകി. ചൊവ്വാഴ്ച വൈകിട്ട് തടിക്കാട് പുളിമുക്കിലായിരുന്നു സ്വീകരണം. സ്വീകരണ യോഗം പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. നിരവധി പദവികൾ അലങ്കരിച്ചുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്തിവരുന്നയാളാണ്. രാഷ്ട്രീയ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രമല്ല, താൻ നിന്ന് പ്രവർത്തിക്കുന്ന പ്രദേശത്തെ ജനങ്ങളുടെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടി ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ബാധ്യതയുണ്ട്. ആ ബാധ്യത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കും അതിനപ്പുറത്ത് ഒരു പ്രദേശത്തിന്റെ ബഹുജന നേതാവ് എന്നുള്ള നിലയ്ക്കും ആ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അതിന്റെ മുമ്പിൽ അടിപതറാതെ നിന്നുകൊണ്ട് അവർക്ക് നേതൃത്വം നൽകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ടിരുന്നയാളാണ് സഖാവ് സജ്ജാദ് എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ്. CPI അറക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ S. ജയമോഹൻ, ജോർജ് മാത്യു, CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടറി KC ജോസ്, CPIM ഏരിയ സെക്രട്ടറി K. ബാബു പണിക്കർ, CPIM അറക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. UDF അധികാരത്തിൽ വരുമ്പോഴെല്ലാം പുനലൂർ നിയോജക മണ്ഡലത്തിലെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരെ കേസിൽപ്പെടുത്തുന്നതും ജയിലിലടയ്ക്കുന്നതും പതിവാണെന്ന് S. ജയമോഹൻ ചൂണ്ടിക്കാട്ടി. അതിന് ഉദാഹരണമാണ് ഡിവൈഎഫ്ഐയുടെയും CPMന്റെയും നേതാവ് MA രാജഗോപാലിനെയും ഡിവൈഎഫ്ഐ നേതാവായ ബിജുവിനെയും കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലയളവിൽ ജയിലിലടയ്ക്കാൻ ശ്രമിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കള്ളക്കേസുകൾ ചമച്ചാണ് ഇപ്പോൾ സജാദിനെയും ജയിലിലടച്ചതെന്നും S. ജയമോഹൻ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.